ചക്കുവള്ളം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായും സംസ്ഥാന സർക്കാരിനെതിരായും യുഡിഎഫും ബിജെപിയും നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. എൽ.ഡി.എഫ് ചക്കുവള്ളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അണക്കരയിൽ രാഷ്ട്രീയ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. സിപിഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പൊങ്കലിട്ട് വരുമ്പോൾ ആ പൊങ്കലിന്റെ ഭാഗമായി മുസ്ലിം ദേവാലയത്തിന്റെ ഗേറ്റുകൾ തുറന്നിട്ട് കൊടുത്ത് ആ മുസ്ലിം ദേവാലയത്തിന്റെ അങ്കണത്തിൽ പോലും പൊങ്കൽ എന്ന് പറയുന്ന ഹൈന്ദവ ആചാരം നടപ്പാക്കാൻ കഴിയുന്ന മതസൗഹാർദ്ദത്തിന്റെ നാടായി ഈ കേരളം മാറി എന്ന് മാത്രമല്ല, കഴിഞ്ഞ 8 വർഷക്കാലമായി വർഗീയ കലാപത്തിന്റെ ഭാഗമായി ഒരു മനുഷ്യജീവന് നഷ്ടപ്പെടാത്ത, ഒരു വർഗീയ കലാപം ഉണ്ടാവാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ കേരളം മാറിയെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ സാമൂഹ്യ മേഖലകളുടെ മതബോധത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടമായി ഉടൻ മാറുമെന്നും ഇതിനുവേണ്ട നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 28-ന് നെടുങ്കണ്ടത്ത് നടക്കുന്ന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പങ്കെടുത്ത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എൽ.ഡി.എഫ് പഞ്ചായത്ത് കൺവീനർ പി.കെ. രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം രാരിച്ചൻ നീർണാകുന്നേൽ, സിപിഐ ജില്ലാ കൌൺസിൽ അംഗം കുസുമം സതീഷ്, സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എസ് സുധീഷ്, എൽ.ഡി.എഫ് നേതാക്കളായ ടോമിച്ചൻ കോഴിമല, എം നാഗയ്യ, ജോസ് പുതുമന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.